എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ലഭിച്ച കൂടുതൽ പരാതികളിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ഫോൺ വഴി ലഭിച്ച പരാതികളിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തുക. കേസ് ഒതുക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥന്റെ പേരിൽ 25 ലക്ഷം രൂപ ലഭിച്ചെന്ന വിവരത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. വ്യവസായിയാണ് ഫോൺ മുഖാന്തരം വിജിലൻസിനെ ഇക്കാര്യം അറിയിച്ചത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്യാം കുമാർ ചേരുന്നു. ശ്യാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN ഇഡിക്കെതിരായിട്ട് വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിൽ ഒരുപിടി വിവരങ്ങൾ കൂടി വിജിലൻസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 5 പരാതികൾ ഫോൺ മുഖേനയാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇ ഡിയിലെ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള പരാതികളാണ്. കേസ് ഒതുക്കാനായിട്ട് ഇ ഡി ഉദ്യോഗസ്ഥൻ്റെ പേരിൽ 25 ലക്ഷം രൂപ ലഭിച്ചു എന്നൊരു പരാതി വിജിലൻസ് വളരെ ഗൗരവത്തോടെയാണ് എടുക്കുന്നത്. ഈ വിശദാംശങ്ങൾ വിജിലൻസ് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രാഥമിക അന്വേഷണവും വിജിലൻസിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഒരു വ്യവസായിയാണ് ഫോൺ മുഖാന്തരം വിജിലൻസിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. 25 ലക്ഷം രൂപയാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ആ വിവരം. ഏതായാലും ഈ ഒരു പരാതിയിലും ഇതുവരെ രേഖാമൂലം പരാതി നൽകാൻ ആരും തയ്യാറായിട്ടില്ല. പക്ഷേ ഏറ്റവും ഗൗരവമുള്ള പരാതികളിൽ പ്രാഥമിക അന്വേഷണം നടത്തി സ്വമേധയാ കേസെടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ കേസെടുക്കാമെന്നാണ് വിജിലൻസ് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് SKN 25 ലക്ഷം രൂപ ഇ ഡി ഉദ്യോഗസ്ഥൻ്റെ പേരിൽ വാങ്ങിയെന്ന ആ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. താങ്ക് യു ശ്യാംകുമാർ. നമ്മുടെ ഈ ശംഖുവിൻ്റെ കാര്യം പറഞ്ഞ് കുറേ പ്രേക്ഷകർ പ്രതികരിച്ചിട്ടുണ്ട്. സുജാത പറയുന്നു അവൻ്റെ നിഷ്കളങ്കമായ മുഖം. അതെ അതെ അതെ, എല്ലാ കുഞ്ഞുങ്ങളും അവൻ്റെ സന്തോഷം പങ്കിടട്ടെ എന്നാണ് പറയുന്നത്. മിനിബാബു ശംഖു എന്നും അറിയപ്പെടും. ഒരു വാക്കിൽ അവൻ എല്ലാം മാറ്റിക്കളഞ്ഞില്ല. ശരിയാണ്, അവൻ അന്ന് പറഞ്ഞതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞത്. അതുപോലെ വിനേഷ് കുമാർ പറഞ്ഞ ഇലക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ പലതും കാണേണ്ടി വരും. ഇല്ലേ പറയില്ല വിനേഷ്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊന്നും നമ്മൾ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും അടിക്കാൻ പാടില്ല. കുട്ടികൾ പൂക്കളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ശംഖുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, എത്രയോ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി കഴിക്കാനുള്ള മോഹം ഉണ്ടാകും. ആ മോഹത്തിനല്ലേ ഒരു സാക്ഷാത്കാരം ഉണ്ടായത്. നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കുട്ടികൾ സന്തോഷിക്കുന്ന കണ്ട നമുക്ക് കുട്ടിത്തം കൊണ്ട് അത് മനസ്സിലാവാതെ പോകുന്നത്.